പറ്റുമെങ്കിൽ അൻസാരി സുഹരി എന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം പ്രോപ്പർ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്റെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പോലും ഞാൻ എന്താണ് ജിഹാദി ഞാൻ മനസ്സിലാക്കിയ അർത്ഥത്തിൽ അവിടെ കിടന്ന് മെഴുകുകയൊന്നും ചെയ്തിട്ടില്ല. നമസ്കാരം. അൻസാരി ഉസ്താദ് കാരണം തനിക്ക് ചീത്ത വിളി കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നേക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു ഇന്റർവ്യൂവറാണ്. അപ്പൊ ഈ ചീത്തവിളി കേൾക്കാൻ ഒരു കാരണമുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി കൊല്ലം തുളസിയെ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂവില് ഒരു ചോദ്യം, ആ ചോദ്യമാണ് ഇപ്പൊ എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കിയത്. അപ്പൊ എന്താണ് ആ ചോദ്യം എന്നും എന്താണ് ആ ഇന്റർവ്യൂ നടന്നതെന്നും ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം തുടങ്ങിയതൊരു വാക്കിൽ നിന്നാണ്. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ടിനി ചേട്ടൻ അൻസിബയെ വിളിച്ചു എന്നാണ് പരാമർശിക്കുന്നത്. അതിന് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് വെച്ചാൽ, കാരണം അത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വാക്ക്. ഈ ചേട്ടൻ ഈ ചേച്ചി എന്ത് വിളിച്ചെന്നാ കുട്ടി കേട്ടത്? ഞാൻ കേട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടത് ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി കുട്ടി ഒരു മുസ്ലിം അല്ലേ? അതെ. എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുറാൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. ഞാൻ മഹത്തുക്കളോട്, മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും എഴുതില്ലേ, അവരാ ലക്ഷ്യത്തിലെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റുമോ? അവരുടെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലായിരുന്നു? അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാർ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അതാദ്യം തിരുത്തണം. പിന്നെ ഇവിടെ ഈ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇവർ ഒരു ടീമാണ്, അറിയാമല്ലോ, എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ഇതായിരുന്നു ചോദ്യം. അൻസിബയെ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ആ വാക്കിനർത്ഥം ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാർക്ക് അറിയില്ലായിരിക്കാം. സംഭവം കൊല്ലം തുളസി പറഞ്ഞതുപോലെ ഒരു ആശയം, ആ ആശയത്തിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ, അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരെയാണ് അങ്ങനെ പറയുന്നത്. ജിഹാദിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് പണിയെടുക്കുന്നവരെ ജിഹാദി എന്ന് വിളിക്കുന്നു. പക്ഷെ ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ഈ പെൺകുട്ടിയുടെ അറിവില്ലായ്മയാണ്. പക്ഷെ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടി അറിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞത് എക്സ്ട്രീമിസ്റ്റ് മുസ്ലിങ്ങളെയാണ് വിളിക്കുന്നത് എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാക്ക് ഒരാളെ മാത്രമല്ല വിളിക്കാൻ പറ്റുക. മുസ്ലിം മതത്തിൽപ്പെട്ട എക്സ്ട്രീമിസ്റ്റുകളെ മാത്രമല്ല, ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ള എക്സ്ട്രീമിസ്റ്റുകളെ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാം, ആ വാക്ക് വിളിച്ച് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഈ തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണം എന്താന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കിക്കഴിഞ്ഞാല് മാധ്യമങ്ങളാണെന്ന് ഞാൻ പറയും. മാധ്യമങ്ങളും എഴുത്തുകാരും, ആദ്യം പത്രമാധ്യമങ്ങളായിരുന്നല്ലോ. ഈ പത്രമാധ്യമങ്ങളിലാണ് ഈ വാക്ക് ആദ്യം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മതസ്ഥര്, മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ, അവരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ വാക്കുകൾ ആദ്യം എടുത്ത് ഉപയോഗിക്കുന്നത് പത്രമാധ്യമങ്ങളിലാണ്. അപ്പം ഇവരും പറയുന്നത്, അതായത് തീവ്ര ചിന്താഗതിയുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരും പറയുന്നത്, ഞങ്ങൾ ഒരു കോസിന് വേണ്ടിയിട്ടാണ്, അതായത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണല്ലോ അവർ സ്വയം പറയുന്നത്. അതായത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തോന്നിവാസമൊക്കെ കാണിക്കുന്നതെന്നാണല്ലോ അവർ സ്വയം അവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ വിശേഷിപ്പിക്കുന്ന ആൾക്കാർ, അതെ, ദൈവത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഈ ഒരു വാക്കിന്റെ അർത്ഥവുമായിട്ട് ഏകദേശം അവരെ സ്വാമ്യപ്പെടുത്താം. അങ്ങനെ ഈ മാധ്യമ പ്രവർത്തകർ എന്ത് ചെയ്തു? ഈ വാക്കുകൾ എടുത്ത് ഉപയോഗിച്ചു. സിനിമയിൽ നമുക്ക് ഈ വാക്കുകൾ കാണാൻ പറ്റും, ദൃശ്യമാധ്യമങ്ങളിൽ നമുക്ക് വാക്കുകൾ കാണാൻ പറ്റും. അതിനുശേഷം പത്രമാധ്യമങ്ങളിൽ വന്നതിന് ശേഷം പിന്നെ ദൃശ്യമാധ്യമങ്ങളിൽ ഇതേ വാക്കുകൾ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് ആൾക്കാരങ്ങ് മറന്നുപോയി. അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോഴല്ലേ നമുക്ക് അർത്ഥം അറിയത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ഉപയോഗിച്ച് അതിനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും, തീവ്ര ചിന്താഗതിയുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് വേണമെങ്കിൽ ആ വാക്ക് വെച്ചിട്ട് വിശേഷിപ്പിക്കാം. ഒരു മതസ്ഥർ എന്ന് നമുക്ക് പറയട്ടെ, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആൾക്കാർ മാത്രമല്ല. പിന്നെ തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാർ ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ഉണ്ട്. എല്ലാ മതത്തിലും അങ്ങനത്തെ പ്രശ്നക്കാരുണ്ട്. പക്ഷെ
ഈ പെൺകുട്ടി ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ലായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ ഇന്റർവ്യൂസിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാര് ഒരു കാര്യത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കില്ല, പറയില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വാക്കുകൾ, ഏത് ചോദ്യമാണോ ചോദിക്കുന്നത് ആ ചോദ്യങ്ങളുടെ അർത്ഥമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. ഇനി നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. എന്തുകൊണ്ട് ഇവരങ്ങനെ പറയുന്നില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. തെറ്റിദ്ധരിക്കപ്പെടും. പ്രത്യേകിച്ച് ആ പെൺകുട്ടി ഒരു മുസ്ലിം ആയതോട് കൂടിയിട്ട് ആൾക്കാർ അത് തെറ്റിദ്ധരിക്കും. ആ പെൺകുട്ടിയുടെ വായിൽ നിന്നൊരു വാക്ക് വരുമ്പോൾ അത് തെറ്റിദ്ധരിക്കും. അപ്പൊ പബ്ലിക്കിന് മുമ്പിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്, ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്, വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അത് മനസ്സിലാക്കിയതിനു ശേഷം ആ ചോദ്യങ്ങൾ ചോദിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ഒഴിവാക്കുക. ഇനി ഈ ഒരു സംഭവത്തിന് ശേഷം അൻസാരി ഉസ്താദ് പുള്ളിക്കാരുടെ ചാനലില് അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് വിമർശിച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെ ഒക്കെ വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ? എക്സ്ട്രീം മുസ്ലിം ഇതില് അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ. നമ്മുടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഉത്സാരം അകക്കുമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജനറേറ്റർ ചോദിച്ചാലേ കിട്ടൂലേ. എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? നീ ഇപ്പോൾ പറഞ്ഞുതരും. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാർ അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണം കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. അപ്പൊ അതാണ് ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. ഇത്രയും സവിസ്തരം അടിപൊളിയായിട്ട് വിശദീകരിച്ചൊരു മനുഷ്യന്റെ സമീപകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജിഹാദി എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് നടക്കുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എടാ, ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അവർക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. അവർക്കേ ശരിയുടെ പക്ഷത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരുടെ പ്രത്യേകത. ഇപ്പോൾ കൊല്ലം തുളസി സാർ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് പലർക്കും അറിയാം. എന്നിട്ടും ആ മനുഷ്യൻ ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വർഗീയവൽക്കരിക്കലിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുകയും അതങ്ങനെ തന്നെ സമൂഹത്തിന് മുമ്പിൽ പറയാൻ സ്ഥൈര്യം കാണിച്ച് അദ്ദേഹം ബഹുമാനം അർഹിക്കപ്പെടുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് നേരിലൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാമായിരുന്നു. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാറേ, ബിഗ് സല്യൂട്ട്. അതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ സമുദായത്തിന്റെ ആ വേഷം പേറിക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ പഠിക്കും ഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല, മിനിമം ആ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോയി ചോദിക്കും. വെറുതെ ലിബരാകാൻ നിൽക്കരുത്. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാന്യമായ രീതിയിലുള്ള വിമർശനമാണ്. പക്ഷേ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇദ്ദേഹം ഈ പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പോസ്റ്റിന്റെ അടിയിലൊക്കെ ആൾക്കാർ ചെന്ന് തെറി വിളിക്കുകയാണ്. നമുക്ക് അതൊരു വിഷയമാണ്, നമ്മുടെ നാട്ടുകാരുടെ ഒരു വിഷയമാണ്. അതിപ്പോ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മാന്യമായിട്ട് വിമർശിക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് അതിനെതിരെ കമന്റ്സ് ഇടുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആൾക്കാർക്കില്ല. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ട് എന്താണ്, ആൾക്കാർ നേരെ ചെല്ലുക, ആ പെൺകുട്ടിയെ തപ്പിപ്പിടിക്കുക. പെൺകുട്ടിയെ തപ്പിപ്പിടിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റിന്റെ അടിയിലെല്ലാം പോയി കമന്റ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പെൺകുട്ടി അറിവില്ല, ആ പെൺകുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്തത്, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നമുക്ക് വിമർശിക്കാം. നീ ചെയ്തത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് വിമർശിക്കാമായിരുന്നു. പക്ഷെ അതല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം അതിനെ പറ്റിയിട്ട് ആ പെൺകുട്ടി സംസാരിക്കുന്ന വീഡിയോയും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അൻസാരി സുഹരി എന്റെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം പ്രോപ്പർ ആയിട്ട് ഞാൻ മനസ്സിലാക്കില്ല എന്നുള്ളത് എന്റെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആ എന്റെ ഇന്റർവ്യൂവിൽ പോലും ഞാൻ എന്താണ് ജിഹാദി ഞാൻ മനസ്സിലാക്കിയ അർത്ഥത്തിൽ അവിടെ കിടന്ന് മെഴുകിയൊന്നും ചെയ്തിട്ടില്ല. കൊല്ലം തുളസി സാർ പറഞ്ഞു തന്ന ആ ഡെഫിനേഷൻ ഞാൻ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജിഹാദിയെ പറ്റി അവിടെ സംസാരിച്ചത് മുസ്ലിം സമുദായത്തെ കോട്ട് ചെയ്തതുകൊണ്ടല്ല. അമ്മ അസോസിയേഷനിൽ നടന്ന ഇഷ്യൂവിനെ പറ്റിയാണ് അവിടെ ചോദിക്കുക. ഇന്റർവ്യൂ ഫുൾ കണ്ടവർക്ക് അത് മനസ്സിലാവും. അമ്മ അസോസിയേഷനെ പറ്റി സംസാരിക്കുകയും അതിനെ പരാമർശിച്ച് പറയുകയും ചെയ്തപ്പോൾ ജിഹാദി എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണോ ഈ ഒരാൾ വിളിച്ചു എന്നുള്ള പറയുന്നത് ഈ ജിഹാദി അയാൾ പറഞ്ഞ കോൺടെക്സ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതൊക്കെ കുറേയൊക്കെ പ്രീ പ്ലാൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും കാണുന്നവർക്കില്ല എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഞാൻ ജിഹാദിയെ പറ്റി മനസ്സിലാക്കാണ്ട് ഇന്റർവ്യൂ ചെയ്തത് എന്റെ തെറ്റാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അൻസാരി സുഹരി എന്ന് പറയുന്ന ആ ഉസ്താദ് ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ ഈ പോർഷൻ ഒന്ന് കണ്ടു നോക്കി. വിവരത്തിന്റെ 10-1 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. എന്ന വാക്കിന്റെ സ്വന്തം സമുദായത്തിന്റെ പേരും പേര് ആരിഫ് ഹുസൈനെ പോലുള്ള ചാവാലികൾ ഈ വാക്കിനെ സമൂഹമധ്യേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എടാ, ഹൃദയത്തിൽ അല്പമെങ്കിലും ശരിയുള്ള മനുഷ്യർക്ക് അന്വേഷിക്കുമ്പോൾ ശരിയായി ഉത്തരം കിട്ടും.
കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം നിന്നെ കളിയാക്കിയിട്ടില്ല. എനിക്കിത് കളിയാക്കലായിട്ടാണ് തോന്നുന്നത്. ഞാൻ എന്ത് മുസ്ലിം ആണെന്നും ഞാൻ എങ്ങനെ ഇതായി ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അത് ചോദ്യം. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരു ഉസ്താദ്, ഒരു നമ്മുടെ സമുദായത്തിൽ തന്നെ പെട്ട അദ്ദേഹത്തിന് നമ്മുടെ കൗമിപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതിലുള്ള വിഷമല്ലേ. എന്നാൽ എനിക്ക് നമ്മുടെ കൗമിപ്പെട്ട ഒരു ഉസ്താദ് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അതും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അദ്ദേഹത്തിന് അറിയാം, ഈ ജിഹാദി എന്ന് പറയുന്നത്. അങ്ങനെ എനിക്കറിയില്ല, ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഇതാവുന്നു, എനിക്ക് തന്നെ പരിഹാസപ്പെടാൻ നിൽക്കല്ലേ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയായ എനിക്ക് എത്രത്തോളം സൈബർ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാൾ ചിന്തിക്കണമായിരുന്നു. ചിന്തിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ജിഹാദി എന്താണെന്ന് അദ്ദേഹത്തിന് എന്നെ കളിയാക്കാതെയും ആ വീഡിയോ വെച്ചിട്ട് പറയുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് അതിനുശേഷം ഞാൻ നോക്കി ഇൻസ്റ്റഗ്രാമിന്റെ കമന്റ്സിനിടയിലൊക്കെ ഓരോരുത്തർ തെറി വിളിക്കുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്നവർക്ക് അങ്ങനെയാണ്. അതിപ്പോ എല്ലാവരുടെ അടിയിൽ ഇങ്ങനെ പോയി കമന്റ്സ് ഇടും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ, നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വീണ് കഴിഞ്ഞാൽ കുറെ താമസം എടുക്കും. കഴിഞ്ഞ ദിവസം ജാൻമണി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത് കണ്ടു. കരഞ്ഞിട്ട് കാര്യമില്ല, കാരണം വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത് വീണതാണ്. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പഠിച്ച് ചെയ്യുക. പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് ആലോചിച്ച് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സെൻസിറ്റീവ് വിഷയം ആകുന്ന സമയത്ത്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയുക, അല്ലെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് സംസാരിക്കുക. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് സംസാരിച്ചില്ല എന്നുള്ളൊരു വിഷയമായി ആ വിഷയത്തിന്റെ പേരിൽ ഇപ്പോൾ സൈബർ ബുള്ളിങ് നേരിടുന്നു. പക്ഷെ ഇങ്ങനത്തെ ബുള്ളീസിനെ അടുത്ത് നമ്മൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കേസ് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാനോ പറ്റത്തുള്ളൂ. അതിന്റെ കാരണം അൻസാരി ഉസ്താദ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ടൊരു കാര്യം വിമർശിച്ചു. അങ്ങനെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അദ്ദേഹം തോന്നിവാസം ഒന്നും പറയുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല, മാന്യമായ രീതിയിലാണ് വിമർശിക്കുന്നത്. പിന്നെ അദ്ദേഹം അങ്ങനെ വിമർശിച്ചത് കൊണ്ട് ആൾക്കാർ തന്നെ വന്ന് തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല, തെറി വിളിക്കുന്നവരുടെ ഭാഗത്തുള്ള തെറ്റാണത്. പിന്നെ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം വഹിക്കുക, അതിനെ പറ്റിയിട്ട് സോറി പറയുക, ഇനി അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ ചെയ്യാൻ പറ്റത്തുള്ളൂ.